ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കോസ്റ്റാർ മീഡിയ. ഞാൻ ഹർഷാദ് താനൂർ. നിപ്പ ബാധിച്ച് ചികിത്സയിലായിരുന്ന പാണ്ടിക്കാട് സ്വദേശി മുഹമ്മദ് അഷ്മിലി, 15 വയസ്സാണ് പ്രായം. ആ ഒരു കുട്ടി ഇപ്പോൾ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നുള്ളൊരു വളരെ സങ്കടകരമായ വാർത്തയാണ് ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളത്. ഈ മാസം 10-ാം തീയതിയാണ് അഷ്മിലി സ്കൂൾ വിട്ട് വന്നപ്പോൾ വീട്ടിൽ ഉമ്മാനോട് പറയുന്നത്, ഉമ്മ എനിക്ക് തീരെ വയ്യ, നല്ല പനിയുണ്ടെന്ന്. അങ്ങനെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി കാണിച്ചിട്ടും ഈ പനിക്കൊരു കുറവുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നീടാണ് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ അവിടെ നിന്ന് ഒരുപാട് നോക്കിയപ്പോഴും കുട്ടിക്ക് നിപ്പാണെന്ന് സംസ്ഥാനത്ത് നിന്ന് സ്ഥിരീകരിച്ച്, പക്ഷെ ഒന്നുകൂടി ഉറപ്പുവരുത്താൻ വേണ്ടി പൂനെക്ക് സാമ്പിൾ അയച്ചിരുന്നു രക്തത്തിന്റെ. അങ്ങനെ അവിടുന്ന് റിസൾട്ട് വന്നതും പോസിറ്റീവ് ആണ് എന്നുള്ള രീതിയിലാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് അതിഗുരുതരാവസ്ഥയിലായിരുന്നു അഷ്മിലിന്റെ ജീവിതം. ഇപ്പോൾ ഇന്നലെ അവിടുന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അവിടെ നിന്നാണ് ഇപ്പോൾ അല്പം മുമ്പ് അഷ്മിലി ലോകത്തോട് വിട പറഞ്ഞു എന്നുള്ളത് നമ്മൾ കേട്ടത്. മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടാണ് അഷ്മിലിന്റെ സ്ഥലം. അതുപോലെ തന്നെ അവിടെയുള്ള പാണ്ടിക്കാട് ആനക്കയം ഭാഗത്തൊക്കെ ഇപ്പോൾ കണ്ടെയ്ൻമെന്റ് സോണുകളായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്കൂളുകളും മദ്രസകളും മറ്റു അംഗനവാടികള്, ട്യൂഷൻ സെന്ററുകളിലൊക്കെ ഈ ഒരു കണ്ടെയ്ൻമെന്റ് സോൺ ബാധകമാണ്. അവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങൾ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകര് പുറത്തുവിട്ടിട്ടുണ്ട്. അതീവ ജാഗ്രതയിലാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം ഉള്ളത്. ഇപ്പൊ ഒരുപാട് അഷ്മിലുമായി സമ്പർക്കത്തിൽപ്പെട്ട ഒരുപാട് പേരുടെ ലിസ്റ്റ് ആരോഗ്യ പ്രവർത്തകര് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും എല്ലാവരും ഒന്ന് ജാഗ്രത പാലിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ജില്ലയിൽ മാസ്ക് നിർബന്ധമാക്കുന്ന കാര്യങ്ങളും ആരോഗ്യ പ്രവർത്തകർ ഇപ്പോൾ തീരുമാനിക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു പൊന്നുമോന്റെ കുടുംബത്തിന്, അഷ്മിൽ എന്ന് പറയുന്ന ആ ഒരു 15-കാരന്റെ കുടുംബത്തിന്, അവന്റെ ഉമ്മക്കും ഉപ്പക്കെല്ലാം ഈ ഒരു വിയോഗം ഉൾക്കൊള്ളാൻ പറ്റണേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പിന്നെ അഷ്മിലിന്റെ മയ്യത്ത് കബറടക്കങ്ങളൊക്കെ കുടുംബവുമായി ആലോചിച്ചിട്ട് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് അഷ്മിലിന്റെ മയ്യത്ത് ജനാസ സംസ്കരിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇനി മറ്റൊരാൾക്ക് കൂടി ഈ ഒരു അവസ്ഥ വരാതെ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ നമ്മളെ രക്ഷിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പൊ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് രേഖപ്പെടുത്തുക. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.